വിവാഹം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ കുറച്ചു ദിവസം കഴിയുമ്പോ കുറച്ചൊക്കെ അവരുടെ ജീവിതം ഇങ്ങനെ കഴിയുമ്പോ അതേ ഒരു കുഞ്ഞിക്കാല് കാണാതാവുകയാണ്, കുട്ടികളെ കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ ആളുകൾ ചോദിക്കാൻ തുടങ്ങും. ആദ്യം അയൽക്കാര് തുടങ്ങും, ബന്ധപ്പെട്ടവര് തുടങ്ങും. അർത്ഥം വെച്ചുള്ള നോട്ടമുണ്ടാകും, അർത്ഥം വെച്ചുള്ള മുനയുള്ള വാക്കുകൾ ഉണ്ടാകും. ഒന്നും ആയില്ല അല്ലേ, ഒന്നും ആയില്ല അല്ലേ, എന്തേ എന്നാവോ, ആർക്കാ പ്രശ്നം മോളെ, നിനക്കാണോ അതോ ഇക്കാക്കാണോ, ആരെയും കണ്ടില്ലേ, അലോപ്പതി നോക്കിയില്ലേ, ആയുർവേദം നോക്കിയില്ലേ, ഹോമിയോപ്പതി നോക്കിയില്ലേ, യുനാനി നോക്കിയില്ലേ, എന്തേ 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 എന്ന ഈ ചോദ്യങ്ങൾക്കൊടുവിൽ പതറിപ്പോകുന്ന ആ പാവം ദമ്പതികൾ. അവിടെ ഒരു പ്രശ്നം വരെയാണ്. ഇതെല്ലാവരുടെ ഒരു വീക്ക്നെസ് ആണ്, ഒരു പരീക്ഷണത്തിന്റെ ഘട്ടമാണ്. അത് ഭൗതികമായ അതിന്റെ നിർമാർജനത്തിന് നിവാരണത്തിന് ശ്രമിക്കുന്ന ഭൗതികന്മാരും അത് മുതലെടുക്കും. അതിനേക്കാൾ അപ്പുറം ആത്മീയ മേഖലയിലെ ചൂഷകന്മാരും പത്തി വിടർത്തിയാടുന്നൊരു മേഖലയാണ് ഈ ഒരു സന്താനമില്ലായ്മ. അവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും. പ്രശ്നം ഉണ്ടാകുമ്പോ ഇവരിങ്ങനെ കുറേ ചെയ്തു നോക്കി, കാര്യമൊന്നുമില്ല. അവസാനം നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർ പറയും, ഒരാചാര്യക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് തുലാഭാരത്തിന് നേർച്ചയാക്കിയപ്പോ വേങ്ങരക്കാരനായ ഒരു അബൂബക്കർ ഹാജിക്ക് കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, അതൊന്ന് നോക്കിയാലോ. ഒരയൽവാസി, ഒരു സാധുവാണ്, അയാളുടെ വിശ്വാസം അങ്ങനെയാണ്, അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നാരായണൻകുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ഗോപാലനാണ്, അവൻ വിശ്വസിക്കുന്ന അവന്റെ വിശ്വാസമാണ്, നമുക്ക് എതിർക്കേണ്ടതില്ല. അവൻ വന്നു പറയുന്നു, ഇവരുടെ വിഷമവും പ്രയാസവും ഒക്കെ കണ്ടിട്ട് ആ മനുഷ്യൻ വന്നു പറയാണ്. പക്ഷേ ഈമാനുള്ള വ്യക്തിയാണെങ്കിലോ അവൻ ആ വാക്കുകളൊക്കെ കേട്ട് മറുചെവിയിലൂടെ അങ്ങ് തള്ളിക്കളയും. അവരങ്ങനെ കരഞ്ഞ് തേടും റബ്ബിനോട്. ഏതുപോലെ തേടും? അവരഞ്ചു നേരം അല്ലാഹുവോട് തേടുന്നുണ്ട്, റബ്ബേ നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലാണ് എനിക്ക് ചേരേണ്ടത്. നീ വെറുത്ത, നീ കോപിച്ച, നിന്റെ ശാപത്തിന് വിധേയമായ, നിന്റെ കോപത്തിന് അർഹരായി തീർന്ന ഒരു കക്ഷികളുടെയും വഴിയിൽ നീ എന്നെ ചേർക്കല്ലേ എന്ന് 17 തവണ നിർബന്ധമായി സൂറത്തുൽ ഫാത്തിഹയിലൂടെ അവൻ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. പിഴച്ചു പോകാതെ മഹാരഥന്മാര് പോയ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ എനിക്ക് തൗഫീഖ് തരണേ എന്ന് തേടുന്ന ആ ദമ്പതികൾ, അവരുടെ മനസ്സിലേക്ക് അവര് എന്നും ഖുർആൻ ഓതുമല്ലോ. കാരണം ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ ഓതുന്ന ആ വീട്ടിലെ അംഗങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരിക. എന്റെ നേതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം മക്കളില്ലാതെ എത്ര പ്രായത്തോളം ജീവിച്ചു. എന്റെ നേതാവ് സക്കരിയ അലൈഹിസ്സലാം മക്കളില്ലാതെ എത്ര കാലം ഈ ലോകത്ത് ജീവിച്ചു. അവരാരും കഴിഞ്ഞു പോയ നൂഹ് നബിയോട് തേടിയില്ലല്ലോ, അവരാരും കഴിഞ്ഞു പോയ മറ്റു പ്രവാചകന്മാരോടും തേടിയില്ലല്ലോ. മറിച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റഹ്മാനായ റബ്ബിനോട് തേടിയതെന്താണ്? റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ. എന്റെ റബ്ബേ, ഇബ്രാഹിം നബിയുടെ വിളിയാണത്, ഇബ്രാഹിം നബിയുടെ വിളിയാണ്. ആരാ ഇബ്രാഹിം അലൈഹിസ്സലാം? റബ്ബിന്റെ ഉറ്റമിത്രമാണ്, ഖലീലാണ്. എന്ത് ചോദിച്ചാലും തരാമെന്ന് ഓഫറുള്ള വ്യക്തിത്വം. അതേ പതറാതെ റബ്ബിനോട് തേടുകയാണ്. ഒരു ദിവസം തേട്ടിയ തേട്ടമെന്ന് വിചാരിക്കരുത്, കൊല്ലങ്ങളോളമാണ് മഹാനായ ഖലീലുള്ളാഹ് കുട്ടികളില്ലാതെ വിഷമിച്ചതെന്ന് മനസ്സിലാക്കണം. ആ വ്യക്തിത്വമാണ് തേടുന്നത്. റബ്ബി, എന്റെ റബ്ബേ, സദവൃത്തരില്ലെന്ന് നീ എനിക്കൊരു മോനെ തരണേ. നിരന്തരം തേടുന്നു. സക്കരിയ അലൈഹിസ്സലാം തേടുന്നു. ഒരു ദിവസമല്ല, ഒരു മാസമല്ല, 10 വർഷമല്ല തേടിയത്. റബ്ബേ, എനിക്ക് ജരാനരകൾ ബാധിച്ചല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ വയോവൃദ്ധനായി. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് വയോവാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ഒരു വൃദ്ധനായ വ്യക്തി പ്രാർത്ഥിക്കുമ്പോ എത്ര കൊല്ലം ആ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ആ മഹാനായ വ്യക്തിത്വവും അതേ
പാത വിട്ട് സഞ്ചരിച്ചിട്ടില്ല. റഹ്മാനായ റബ്ബിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് തേടുകയാണ്. റഹ്മാനായ റബ്ബേ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. റബ്ബേ, നിന്റെ അടുക്കൽ നിന്ന് നീ എനിക്ക് നല്ലവരായ ശുദ്ധന്മാരായ സന്താനങ്ങളെ തരണേ. നീയാണല്ലോ, അല്ല നീ മാത്രമാണല്ലോ പ്രാർത്ഥന കേൾക്കുന്നവൻ, നീ മാത്രമാണല്ലോ. വേറെ ആരോടും തേടിയില്ല. എത്രയെത്ര നബിമാര് കഴിഞ്ഞു പോയി. ഇബ്രാഹിം നബിയുണ്ട്, യാക്കൂബ് നബിയുണ്ട്, പലരും കഴിഞ്ഞു പോയിട്ടുണ്ട്. റബ്ബ് പറഞ്ഞിട്ടുണ്ട്, വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസാ വയഹബു ലിമൻ യശാഉ الذുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസാ വയജ്അലു മൻ യശാഉ അഖീമാ ഇന്നഹു അലീമുൻ ഖദീർ. ഇത് ഓതുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, സൂറത്തു ശൂറ എന്ന് പറയുന്ന അധ്യായം മറിച്ചു നോക്ക്. ഇതിന്റെ അവസാന ഭാഗത്ത് 50-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, റഹ്മാനായ റബ്ബിനാണ് ലോകത്തിന്റെ മുഴുവനും തദ്ബീറുള്ളത്. അവനാണ് മുദബ്ബിറുൽ ആലം. മുദബ്ബിറുൽ ആലമും ലോകത്തിന്റെ മാലിക്കുൽ മുലൂക്കും എല്ലാമായ റബ്ബ് ആകാശഭൂമികളുടെ മുഴുവൻ അധികാരവും അവനുള്ളതാണ്. അവനാണ് അവൻ ഉദ്ദേശിക്കുന്നതിനെ ഈ ലോകത്ത് പടക്കുന്നത്. ചിലർക്കവൻ പെൺമക്കളെ മാത്രം കൊടുക്കും, ചിലർക്കവൻ ആൺകുട്ടികളെ മാത്രം കൊടുക്കും, ചിലർക്കവൻ ആണിനെയും പെണ്ണിനെയും കലർത്തിക്കൊടുക്കും. വേറെ ചിലർക്കോ ഒന്നും കൊടുക്കാതെ മക്കളില്ലാതെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആക്കി മാറ്റും. അവസാനം പറഞ്ഞ വാചകം നോക്കൂ, ഇന്നഹു തീർച്ചയായും ആ റബ്ബ് അവൻ മാത്രമാണ് അലീം. ആർക്കൊക്കെ എപ്പോഴൊക്കെ ആർക്കൊക്കെ ഏതൊക്കെ എത്ര അളവിൽ കൊടുക്കണമെന്ന് അറിവുള്ളവൻ അവൻ മാത്രമാണ്. അത് കൊടുക്കാനുള്ള ഖുദ്റത്തുള്ള ഖദീറും അവൻ മാത്രമാണ് കേട്ടോ. ഇത് അടിയുറച്ച് വിശ്വസിക്കുന്നവര് മുസ്ലിം, ഇത് പാരായണം ചെയ്യുന്നവര് മുസ്ലിം, അവൻ ഒരിടത്തേക്കും തൊട്ടില് കെട്ടാൻ നേർച്ചയാക്കൂല, ഒരു ജാറത്തിലേക്കും അവൻ ജാറം മൂടാൻ നേർച്ചയാക്കൂല.